ഡിയർ സ്റ്റുഡൻസ്, നമ്മളൊരു പുതിയ സീരീസ് ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പൊ സിവിൽ സർവീസസ് അല്ലെങ്കിൽ കേരള PSC പരീക്ഷകളിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയി വരുന്ന ഒരു ടോപ്പിക്കാണ് പേഴ്സണാലിറ്റീസ്, വ്യക്തിത്വങ്ങൾ. ഗാന്ധിജി, റൂസോ, ലെനിൻ, സ്റ്റാലിൻ, അത്തരത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റാങ്ക് മേക്കിംഗ് ആയി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീരീസിൽ നമ്മൾ അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ, പേഴ്സണാലിറ്റീസിനെ കവർ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് PSCക്കും അല്ലെങ്കിൽ UPSC പരീക്ഷകൾക്കൊക്കെ മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് തന്നെ മുൻകാല വർഷ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കവർ ചെയ്ത് തന്നെ ആയിരിക്കും പോവുക. ഓക്കെ, ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പേഴ്സണാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ വേൾഡ് ഹിസ്റ്ററി, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വാധീന ശക്തികളിൽ ഒരാളായ ജീൻ ജാക്കസ് റൂസോ എന്ന് പറയുന്ന വ്യക്തിയാണ്. PSC ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥിരമായി ചോദ്യം വരുന്ന ഒരു സെക്ഷനാണിത്. UPSC പരീക്ഷകളിൽ എത്തിക്സ് പേപ്പറിലും അതുപോലെ SA പേപ്പറിലും നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റിയ ഒരു പേഴ്സണാലിറ്റിയും കൂടിയാണ് അദ്ദേഹം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിനെപ്പറ്റി ഉള്ള കാര്യങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയാം ബാക്കി കാര്യങ്ങളൊക്കെ. എപ്പോഴും പറയുന്ന പോലെ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിട്ടുന്നതാണ്. ഡെയിലി ഫ്രീ മോക്ക് ടെസ്റ്റിനും മൈക്രോ ക്ലാസ്സസിനും അഫോർഡബിൾ കോഴ്സസിനും ഒക്കെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പൊ ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇത് പഠിക്കാം. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. നമുക്ക് ഇവിടെ ഏറ്റവും അധികം കണ്ടിട്ടുള്ള ഒരു ചോദ്യം, ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാംസിന് കണ്ടിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് റൂസോ എന്ന് പറയുന്ന വ്യക്തിയുടെ രാജ്യം ഏതാണെന്നുള്ളതാണ്. അതിനു മുമ്പ് റൂസോ ആരാണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ. ആധുനിക ലോകത്തില് സയൻസ്, ലിറ്ററേച്ചർ, സ്പോർട്സ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഫിലോസഫി, എല്ലാ മേഖലയിലും ഇത്രയധികം സ്വാധീനം ചെലുത്തിയ ഒരു ഫിലോസഫർ മറ്റൊരാൾ ഉണ്ടായിട്ടില്ല. ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് റൂസോ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫിലോസഫിക്കൽ തോട്ട്സ്. പക്ഷേ റൂസോ എന്ന് പറയുന്ന വ്യക്തി 100% പെർഫെക്റ്റ് അല്ല. കുറെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ അദ്ദേഹത്തിന്റെ പോസിറ്റീവ് സൈഡ്സ്, നെഗറ്റീവ് സൈഡ്സ് ഒക്കെ പഠിക്കും. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, സ്വിറ്റ്സർലാൻഡിൽ ജനിച്ച ഒരു വെസ്റ്റേൺ ഫിലോസഫർ ആണ് റൂസോ എന്ന് പറയുന്നത്, അല്ലെ? ഒരു സ്വിസ് ബോൺ ഫിലോസഫർ ആണ്. ഇത് നമുക്ക് ചോദ്യമാണ്, റൂസോയുടെ രാജ്യം ഏത്? കാര്യം ഫ്രഞ്ച് റവല്യൂഷൻ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരങ്ങളിൽ ഒന്ന് റൂസോ തന്നെയാണ്. അപ്പൊ എല്ലാവരുടെ വിചാരം റൂസോ ഫ്രാൻസിലുള്ള ആളാണെന്നാണ്, അല്ലെങ്കിൽ അമേരിക്കൻ റവല്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തി. ലോകത്തിലെ എല്ലാ വിപ്ലവങ്ങളും ഇൻക്ലൂഡിങ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എല്ലാത്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രം, ഇദ്ദേഹത്തിന്റെ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലാണെന്നുള്ളവർ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഫ്രഞ്ച് റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ, സൗത്ത് ആഫ്രിക്കൻ റവല്യൂഷൻ, ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻസ്, ലോക ചരിത്രത്തിൽ ഇദ്ദേഹത്തിന്റെ സ്വാധീനം ഇല്ലാത്ത ഒരു ഒറ്റ വിപ്ലവം പോലും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാ? കാരണം ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അത്രയും വലിയ ഒരു മാന്ത്രിക ശക്തി ഉണ്ടെന്ന് പറയും. ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ബുക്കാണ് സോഷ്യൽ കോൺട്രാക്ട്. ചോദ്യമാണ്, ഓർത്തിരുന്നോ സോഷ്യൽ കോൺട്രാക്ട്. ഈ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന പുസ്തകം സ്റ്റാർട്ട് ചെയ്യുന്ന വളരെ ഫേമസ് ആയ ഒരു ഉദ്ധരണിയിലാണ്. എന്താണ് ആ ഒരു കൊട്ടേഷൻ? Men are born free, yet everywhere he is in chain. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും അവൻ ചങ്ങാലകളിലാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നമുക്ക് ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് നോക്കാം. അതിനു മുമ്പ് ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ ജനിക്കുമ്പോൾ എല്ലാവരും സ്വതന്ത്രരാണ്, സ്വന്തമായിട്ടുള്ള ചിന്താ പദ്ധതികളൊക്കെ ഉണ്ട്. പക്ഷെ പിന്നീട് സമൂഹം നമ്മുടെ മുകളിൽ പല രീതിയിലുമുള്ള റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ പരിമിതികളും അടിച്ചേൽപ്പിക്കും. അങ്ങനെ നമ്മൾ ഒരു ചങ്ങലയിൽ ഇടപെട്ട ഒരു അവസ്ഥയായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് പക്ഷേ ഒരു കുട്ടിക്ക് ഡോക്ടർ ആവണമെന്നായിരിക്കും ആഗ്രഹം. വീട്ടുകാർ നിർബന്ധിച്ച് എഞ്ചിനീയറിംഗ് പറഞ്ഞായിരിക്കും. ഒരു കുട്ടിക്ക് സ്പോർട്സ് ആയിരിക്കും താല്പര്യം, പക്ഷേ സ്പോർട്സിന് പോയിട്ട് കാര്യമൊന്നുമില്ല, രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്നുണ്ട്, അയാളെ മെഡിസിൻ ചിലപ്പോൾ പറഞ്ഞായിരിക്കും. ഇത്തരത്തിലുള്ള സോഷ്യൽ കൺസ്ട്രെയിൻസ്, സാമൂഹികപരമായിട്ടുള്ള അദൃശ്യമായ പല ചങ്ങലകളാലും ബന്ധനസ്ഥരാണ് ഓരോ മനുഷ്യനും. ഇത് നമ്മുടെ ഡെമോക്രസിയെ ബാധിക്കുന്നുണ്ട്. അതാണ് അദ്ദേഹം പറയുന്നത്, മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നെങ്കിലും സമൂഹം അവനെ കാലക്രമത്തിൽ ചങ്ങലകളിൽ തളച്ചിട്ടിരിക്കുകയാണ്. ആ ചങ്ങല പൊട്ടിച്ചുകൊണ്ട് സ്വതന്ത്രമായി നമ്മൾ എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നു, അന്നായിരിക്കും ഒരു ഗെയിം ചേഞ്ച് അല്ലെങ്കിൽ ദ റിയൽ റെവല്യൂഷൻ എന്നൊക്കെ നമുക്ക് ഇന്നറിയാം. ഇവിടെ സോഷ്യൽ കോൺട്രാക്ടിന്റെ ഈ ഒരു കൊട്ടേഷൻ ഓർത്തിരിക്കുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് UPSC SAക്കൊക്കെ ആണെങ്കിലും ഇപ്പൊ ഡെമോക്രസി അല്ലെങ്കിൽ സൊസൈറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ടോപ്പിക്സ് വരുമ്പോൾ നമുക്ക് ഈ ഒരു കൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാം. വളരെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും അത്. എന്താണ് സോഷ്യൽ കോൺട്രാക്ട് എന്നൊന്ന് പഠിച്ചിട്ട് നമുക്ക് താഴോട്ട് പോവാം. ബിക്കോസ് ആ ഒരു ചോദ്യത്തിന്റെ പെർസ്പെക്റ്റീവിലാണ് നമുക്ക് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് ഇവിടെ വരുന്നത്. ഉദാഹരണത്തിന് പോപ്പുലർ സോവറിറ്റി തിയറി കൊണ്ടുവന്നത് ആര്?
എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്ഥിരം PSC ഉള്ളതാണ്. അത് ഈ ഒരു സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന ആശയത്തിന് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യമാണ്. കോൺട്രാക്ട് എന്ന് വെച്ചാൽ എന്താ? കോൺട്രാക്ട് രണ്ടാൾക്കാർ തമ്മിൽ ഒപ്പിടുന്ന ഒരു ഉടമ്പടിയാണ്, അല്ലെങ്കിൽ സന്ധിയാണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. സോഷ്യൽ കോൺട്രാക്റ്റും അത്തരത്തിലുള്ള ഒരു സന്ധിയാണ്, അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ആണ്. ഒരു വ്യക്തി ആ രാഷ്ട്രവുമായി ഏർപ്പെടുന്ന ഒരു കരാറാണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇവിടെ സൊസൈറ്റി, കോൺട്രാക്ട്, ആ രണ്ട് വാക്കുകൾ ചോർത്തിരുന്നാൽ മതി. ചുരുക്കം ഒറ്റ കാര്യമേ ഉള്ളൂ. ഇതിന്റെ ബേസിക് തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റുമായി നമ്മൾ ഓരോ വ്യക്തിയും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടും. നമ്മുടെ പല സ്വാതന്ത്ര്യങ്ങളും നമ്മുടെ പല ലിബർട്ടീസും ഗവൺമെന്റിന് മുമ്പിൽ പണയം വയ്ക്കും. ഉദാഹരണത്തിന് നമ്മളൊരു പെൻസിൽ വാങ്ങിക്കണമെങ്കിലും പേന വാങ്ങിക്കണമെങ്കിലും ടാക്സ് കൊടുക്കണം, അല്ലെ? നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാകുന്ന പൈസയ്ക്ക് എന്തിനാ ഗവൺമെന്റ് ടാക്സ് കൊടുക്കുന്നത്? നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള കടന്നുകയറ്റം അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കാൻ പറ്റൂ? പല നിയമത്തിന്റെയും പല റൂൾസിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് ഇന്ന് ലോകത്ത് ജീവിക്കാൻ പറ്റുക. അപ്പൊ നിങ്ങളുടെ ലിബർട്ടിയുടെ മുകളിലുള്ള ഒരു കടന്നുകയറ്റം അല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ നാളെ ഒരു ഒരു റിസർവ് ഫോറസ്റ്റിനകത്ത് കടന്ന് ഒരു കോർ ഏരിയയിൽ പോയി പ്രകൃതി ഭംഗി ആസ്വദിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂ? ഫോറസ്റ്റുകാർ പിടിച്ച് ജയിലിനകത്തിടും. കാര്യം അത് നിയമവിരുദ്ധമാണ്. അപ്പൊ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള കടന്നുകയറ്റം അല്ലേ അത്? ഇപ്പം ഇത്തരത്തിലുള്ള പല സ്വാതന്ത്ര്യങ്ങളും നമ്മൾ ഗവൺമെന്റിന്റെ മുമ്പിൽ അടിയറവ് വെച്ചിട്ടുണ്ട്. ഇൻ റിട്ടേൺ പകരമായി നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു സോഷ്യൽ സ്ട്രക്ചറും സെക്യൂരിറ്റിയും കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമെങ്കിൽ പോലീസിന്റെ അടുത്ത് പോവാം, കോടതിയുടെ അടുത്ത് പോവാം, അല്ലെ? ഒരു സെക്യൂരിറ്റി നമുക്ക് ഇൻ റിട്ടേൺ കിട്ടുന്നുണ്ട്. ഞാനിപ്പോ നമ്മൾ കൊളോക്കിയലായ രീതിയിലാണ് പറയുന്നത്, നിങ്ങൾ കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ പർപ്പസ്. ഇതൊരു കോൺട്രാക്റ്റാണ്. നമ്മൾ നമ്മുടെ പല അവകാശങ്ങൾ ഗവൺമെന്റ് മുമ്പ് അടിയറവ് വയ്ക്കുന്നു. ഗവൺമെന്റ് പല നിയമങ്ങൾ അല്ലെങ്കിൽ റൂൾസ് എല്ലാം നമ്മൾ അനുസരിക്കുന്നു. ഇൻ റിട്ടേൺ നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഓർഡറും കിട്ടും. ഈ സോഷ്യൽ കോൺട്രാക്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് രാത്രി മനസമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ആർക്കും ആരെയും കൊല്ലാം, അല്ലെങ്കിൽ ആർക്കും സൊസൈറ്റിയിൽ എന്തും ചെയ്യാം, ആരും ചോദിക്കാനും പറയാനും ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പൊ അതാണ് സോഷ്യൽ കോൺട്രാക്ടിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. എവിടെയെല്ലാം ഈ സോഷ്യൽ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യപ്പെടുന്നു അവിടെ വിപ്ലവങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഫ്രഞ്ച് റെവല്യൂഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ടാണ് ഫ്രഞ്ച് റെവല്യൂഷൻ വന്നത്? അവിടുത്തെ രാജാവ് സ്വന്തം കാര്യം സിന്ദാബ എന്നുള്ള രീതിയിൽ ജീവിക്കുകയായിരുന്നു. ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ പ്ലേഗ് വരുന്നു, പ്ലേഗ് പിടിച്ച് കുറെ ആൾക്കാർ മരിക്കുന്നു. അല്ലെങ്കിൽ ട്രഷറി കാലിയാവുന്നു, എല്ലായിടത്തും പട്ടിണിയും പരിവേട്ടും. അപ്പൊ ജനങ്ങൾ രാജാവിന് ടാക്സ് കൊടുക്കുന്ന എല്ലാം ചെയ്യുന്നെങ്കിൽ രാജാവ് തിരിച്ച് ജനങ്ങൾക്ക് വേണ്ടുന്ന സുരക്ഷിതത്വം സംരക്ഷണം കൊടുക്കുന്നില്ല. അപ്പൊ ഒരു വിപ്ലവം ഉണ്ടായി. ഏത് റെവല്യൂഷന്റെ കാതലായ കാരണം ഇതാണെന്നുള്ളത് അറിഞ്ഞിരിക്കാം. അപ്പൊ നിങ്ങൾ ഇനി ഏത് റെവല്യൂഷനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അവിടെ റൂസോയുടെ ഇൻഫ്ലുവൻസ് ഇത്ര അധികം ഇമ്പോർട്ടന്റ് ആണ്. കാര്യം അണ്ടർലൈങ് റീസൺസ് ഇവിടെ നമ്മൾ അഡ്രസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം സോഷ്യൽ കോൺട്രാക്ടിന് വിശാലമായിട്ട് ഡേറ്റ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ കോൺട്രാക്ട് അപ്പം പറഞ്ഞു വെക്കുന്ന ഒറ്റ കാര്യമാണ്, ഗവൺമെന്റിന് ഭരിക്കണമെങ്കിൽ സിറ്റിസൺസിന്റെ, ജനങ്ങളുടെ കൺസെന്റ് വേണം, അനുമതി വേണം. ഇതാണ് പോപ്പുലർ സോവറിറ്റി തിയറി. നമ്മുടെ ഭരണഘടനയും കേരള ചരിത്രവും അടക്കം എല്ലാ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ ആണ്. ഒരു ഗവൺമെന്റിന് എപ്പോഴാണ് ലെജിറ്റിമസി കിട്ടുക? ഇപ്പൊ നാളെ എനിക്ക് വന്നിട്ടാ ഞാൻ നാളെ മുതൽ ഇന്ത്യ ഭരിക്കാം എന്ന് പറയാൻ പറ്റൂ? പറ്റില്ല. ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കണം. അതാണ് ഇന്ത്യയുടെ പ്രിയാമ്പിളിന്റെ ബ്യൂട്ടി. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ സോളംലി റിസോൾവ് ടു സെക്യൂർ ഇന്ത്യ ഇൻ എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ജനങ്ങളാണ് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അധികാരിക്ക് മാത്രമാണ് ഭരിക്കാനുള്ള അവകാശമുള്ളത്. ഇതാണ് പറയുന്നത് കൺസെന്റ് ഓഫ് ദ ഗവേൺഡ്. ഭരിക്കപ്പെടുന്നവർ, അതായത് ജനങ്ങളുടെ കൺസെന്റോട് കൂടി മാത്രമേ ഒരു സർക്കാരിന്, അതായത് ഭരണവർഗത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്നതുകൊണ്ട്. വിച്ച് മീൻസ് ജനങ്ങൾ ഇറങ്ങാൻ പറഞ്ഞാൽ അവൻ ഇറങ്ങിക്കോണം. ജനങ്ങൾ തിരഞ്ഞെടുത്താൽ അയാൾ പോയി ഭരിച്ചോണം. ജനങ്ങളാണ് ഇവിടുത്തെ അൾട്ടിമേറ്റ് പവർ. നിങ്ങൾ അമേരിക്കൻ ഭരണഘടന നോക്കൂ. അമേരിക്കൻ ഭരണഘടന എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? വി ദ പീപ്പിൾ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ജനങ്ങളാണ് ആ പ്രിയാമ്പിൾ അണ്ടറിൽ ആ ഒരു രാഷ്ട്രത്തിന് ലെജിറ്റിമസി കൊടുക്കുന്നത്. ഇപ്പൊ കേരളം ഭരിക്കുന്നതാണെങ്കിൽ അങ്ങനല്ലേ, നമ്മൾ നിയമസഭാ ഇലക്ഷൻ വോട്ട് ചെയ്യുന്നു, MLA വരുന്നു, ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നു, അവർ ഭരിക്കുന്നു. സെൻട്രൽ ഗവൺമെന്റ് എങ്ങനെ? നമ്മൾ MP വോട്ട് ചെയ്യുന്നു, പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കുന്നു, ഭരിക്കുന്നു. ഇതാണ് ജനാധിപത്യത്തിന്റെ അടിത്തറ. ജനങ്ങളുടെ കൺസെന്റ് ഇല്ലാതെ ആർക്കും ഭരിക്കാൻ പറ്റത്തില്ല. സോ കൺസെന്റ് ഓഫ് ദ ഗവേൺഡ്. ഇവിടെ ഞാൻ ഒരു പോയിന്റ് ഞാൻ കണക്ട് ചെയ്ത് പറയട്ടെ. സ്വിറ്റ്സർലാൻഡിന്റെ മറ്റൊരു പ്രത്യേകത. എന്താ സ്വിറ്റ്സർലാൻഡിന്റെ മറ്റൊരു പ്രത്യേകത? ഡയറക്റ്റ് ഡെമോക്രസി ഉള്ള രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. ആ രാജ്യത്ത് തന്നെയാണ് റൂസോ ജനിച്ചത്. അതുകൊണ്ട് റൂസോയുടെ സ്വാധീന ഫലം അവിടെ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായോ? അപ്പൊ അതൊക്കെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഡെമോക്രസിയെ പറ്റി ഇത്രയും വിശാലമായിട്ടുള്ള ചിന്താഗതി ആദ്യമായി കൊണ്ടുവന്ന വ്യക്തിയാണ് റൂസോ.
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രാജ്യം അത് കംപ്ലീറ്റ് ആയിട്ട് സ്വീകരിച്ചു. ഇവിടെ ഡയറക്റ്റ് ഡെമോക്രസി ആണ് ഉള്ളതെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. സ്ഥിരം PSC ക്വസ്റ്റ്യൻ ആണല്ലോ. ഇപ്പൊ റൂസോയുടെ പ്രധാനപ്പെട്ട ഫിലോസഫികൾ നമ്മൾ പഠിച്ചു. ഇനി ഇവിടുന്ന് നമുക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ വൺ ബൈ വൺ ഒന്ന് വായിച്ചു നോക്കിയാലോ. ഇപ്പം ഡിഗ്രി മെയിൻസിനൊക്കെ വന്നിട്ടുള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അടക്കമുള്ള പരീക്ഷകൾക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പോപ്പുലർ സോവർണിറ്റി തിയറി കൊണ്ടുവന്നത് ആരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതൊക്കെ കൗഡില്യൻ വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ PSCയുടെ ആൻസർ കീയിൽ അതിന്റെ ഉത്തരം റൂസോയാണ്. റൂസോ. എന്താ പോപ്പുലർ സോവർണിറ്റി തിയറി? നമ്മൾ നേരത്തെ തന്നെ പോപ്പുലസ് എന്ന് വെച്ചാൽ ജനങ്ങൾ, പോപ്പുലർ, സോവർണിറ്റി പരമാധികാരം. ജനങ്ങളുടെ കയ്യിലാണ് പരമാധികാരം ഇരിക്കുന്നത്. ഈ ജനങ്ങൾ വേണം ഭരണകർത്താക്കളെ തെരഞ്ഞെടുക്കാൻ ത്രൂ എലക്ഷൻസ്. അവര് വേണം ഒരു രാഷ്ട്രത്തിനെ ഭരിക്കാൻ. ഈ സിദ്ധാന്തമാണ് പോപ്പുലർ സോവർണിറ്റി തിയറി. അപ്പൊ ജനങ്ങളെ മര്യാദയ്ക്ക് ഭരിച്ചില്ലെങ്കിൽ ജനങ്ങൾ എന്ത് ചെയ്യും? അയാളെ പിടിച്ച് താഴെ ഇറക്കും. അപ്പൊ ഇതാണ് പോപ്പുലർ സോവർണിറ്റി തിയറി. ഇത് ചാണക്യനും പറയുന്നുണ്ട്, തോമസ് ഹോബ്സ്, ജോൺ ലോക്ക്, ഈ ഫിലോസഫേഴ്സ് ഒക്കെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ PSCയുടെ ആൻസർ കീയിൽ ഒറ്റ ആൻസറേ ഉള്ളൂ. ആരാണ്? റൂസോ. അപ്പോ ഓപ്ഷൻസിൽ മറ്റാൾക്കാർ ഉണ്ടെങ്കിൽ റൂസോയെ മാത്രം ചൂസ് ചെയ്താൽ മതി, എന്നാലേ മാർക്ക് കിട്ടും. എക്സാമിനറോട് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. മാർക്ക് വേണമെങ്കിൽ റൂസോയെ തന്നെ ചൂസ് ചെയ്യണം. റൂസോയേക്കാൾ മുമ്പ് പല ആൾക്കാർ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം നമുക്ക് അങ്ങോട്ട് പോണ്ട. ഇവിടെ വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, എമിലി ഈ പുസ്തകം എഴുതിയത് ആര് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതും റൂസോ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. റൂസോ എഴുതിയിട്ടുള്ള മറ്റ് പുസ്തകങ്ങൾ ഇനി PSCക്ക് ചോദിക്കും. അത്തരത്തിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കാണ് ദ പ്രോഗ്രസ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. സോഷ്യൽ കോൺട്രാക്ട് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു ചോദ്യമായിരിക്കും ന്യൂ ഹീലോസ്. ഇവിടെ റൂസോയുടെ ഫിലോസഫി എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോഷ്യൽ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്കിനി കുറച്ചും കൂടെ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുമ്പോൾ അത്തരത്തിലുള്ള ചോദ്യമായിരിക്കും വരുന്നത്. ആ ഫിലോസഫി നമുക്ക് UPSC SIയിലും അല്ലെങ്കിൽ GS പേപ്പർ 4ലും ഒക്കെ പല സ്ഥലത്തും സ്പ്രിങ്കിൾ ചെയ്യാൻ പറ്റും. എന്താണ് ഫിലോസഫി? റൂസോ വാസ് എ ബിലീവർ ഇൻ നാച്ചുറാലിസം. ഒരു നാച്ചുറലിസ്റ്റ് ആയിരുന്നു റൂസോ. നാച്ചുറൽ ഫിലോസഫിയുടെ വക്താവായിരുന്നു റൂസോ എന്ന് പറയും. എന്താ നാച്ചുറൽ ഫിലോസഫി? പ്രകൃതി ആണ് അൾട്ടിമേറ്റ്. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒന്നുമില്ല. എല്ലാത്തിനും നാച്ചുറൽ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. നേച്ചർ, പ്രകൃതിയാണ് ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അപ്പം സൂപ്പർ നാച്ചുറൽ സംഭവം കൊണ്ട് പുറകെ പോകണ്ട, എല്ലാം നാച്ചുറൽ ആണ്. അപ്പൊ അത് ഒരു ഇടിമിന്നൽ വരുന്നു. പണ്ടാണ് നമ്മൾ അയ്യോ ദൈവം അല്ലെങ്കിൽ പിശാച് അല്ലെങ്കിൽ എന്തൊരു എക്സ്ട്രാ നാച്ചുറൽ പവർ ആണ് ഇടിമിന്നൽ ഉണ്ടാക്കുന്നത് വിചാരിക്കും. പക്ഷെ നാച്ചുറലിസ്റ്റ് വിചാരിക്കുന്നത് എങ്ങനെ? അതിന്റെ പിന്നിൽ എന്തോ സയൻസ് ഉണ്ട്, അത് തേടിപ്പോ അങ്ങനെ കണ്ടെത്തലുകൾ നടത്തും. അങ്ങനെ അത് ഭയങ്കരമായിട്ടുള്ള വിപ്ലവമാണ് ഈ നാച്ചുറലിസം എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ട് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാര്യത്തിന് എക്സ്ട്രീം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് റൂസോ കൽപ്പിച്ചത്. ഇത് ഈ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ പറ്റി അല്ല കേട്ടോ പറയുന്നത്, റിയൽ ലൈഫ് പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ. ഗാന്ധിജിയൊക്കെ പറഞ്ഞ അതേ കാര്യം. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇനി വരാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്താ? Which philosopher gave the idea that education should be based on principle of human development? ഒരു വ്യക്തിയുടെ വികസനവുമായി ബന്ധപ്പെട്ടതാണ് വിദ്യാഭ്യാസം. ചുമ്മാ കുറെ കാലം കാണാതെ പഠിക്കലല്ല. ഒരു വ്യക്തി നമ്മുടെ PSC പരീക്ഷയിൽ ഇപ്പൊ ആ രീതിയിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആഴത്തിൽ ഇറങ്ങി പഠിക്കണം. ചുമ്മാ കാണാതെ പഠിച്ച് മാർക്ക് വാങ്ങിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു. ഒരു നമ്മൾ PSC പഠിക്കുന്ന നമ്മുടെ വ്യക്തിത്വം അതനുസരിച്ചിട്ട് ഉയരുന്നുണ്ട്. ആ ലെവലിൽ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ആഴത്തിലുള്ള ക്ലാസ്സുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ആ പെർസ്പെക്റ്റീവിൽ നമ്മുടെ ചാനലിൽ കൂടെ കിട്ടുക. സോ ഒരു വ്യക്തിയുടെ വികസനം, ഹ്യൂമൻ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കണം വിദ്യാഭ്യാസം. വെറുതെ പൈസ ഉണ്ടാക്കാൻ മാത്രം, അല്ലെങ്കിൽ വെറുതെ കുറെ കാലം കാണാൻ പഠിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൂല്യമില്ലാത്തതല്ല വിദ്യാഭ്യാസം. കറക്റ്റ് മൂല്യമുള്ളതാണ് വിദ്യാഭ്യാസം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ അദ്ദേഹത്തിന്റെ നാച്ചുറലിസ്റ്റിക് പ്രിൻസിപ്പിളിനെ ഒന്ന് അടുത്ത് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ഇനി ഇവിടെ വരാൻ പോകുന്ന റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളൊക്കെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. പ്രകൃതി, നേച്ചർ, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഫിസിക്കൽ എൻവയോൺമെന്റ് ആണ്, അല്ലെ? ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം. ഇപ്പൊ സ്കൂളുകളും കോളേജുകളും അല്ല, റിയലായും നമ്മൾ പ്രകൃതിയാണ് ഏറ്റവും വലിയ പാഠപുസ്തകം എന്ന് പറയാം, അല്ലെ? ദ ഗ്രേറ്റസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഈസ് നേച്ചർ. സോ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചില്ല. വെറും ബുക്കിഷായി ബുക്ക് വായിച്ച് മാത്രം പഠിക്കാതെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ് നടത്തുക, അതിൽ കൂടെ വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റഫോർ ആണ്. ഇറ്റ് ഈസ് ഗാർഡനിങ് ഓഫ് ചിൽഡ്രൻ. ഒരു പൂന്തോട്ടത്തിൽ നമ്മൾ പൂക്കളെ എങ്ങനെ വളർത്തുന്നു, അവിടെ ആ പൂക്കൾക്ക് നമ്മൾ അതിനെ നർച്ചർ ചെയ്യാനുള്ള വളം അല്ലെങ്കിൽ വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുക്കുമല്ലോ. എപ്രകാരമാണ് നമ്മൾ അത് ചെയ്തത്, അതുപോലെയാണ് ഗാർഡനിങ് ഓഫ് ചിൽഡ്രൻ ആണ് എഡ്യൂക്കേഷൻ.
ഒരു ഒരു ചെടിക്ക് പുഷ്പിക്കാൻ വേണ്ടുന്ന ന്യൂട്രിയൻസും കെയറും ഒക്കെ നമ്മൾ കൊടുക്കുന്ന പോലെ ഒരു വ്യക്തിക്ക് വികസിക്കാൻ വേണ്ട ചിന്തകളും എൻവയോൺമെന്റും കൊടുക്കലാണ് എഡ്യൂക്കേഷന്റെ വിദ്യാഭ്യാസത്തിന്റെ പർപ്പസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിലോസഫിയാണ് അല്ലെ. ഇവിടെ അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ കേരള PSC ഇവിടുന്ന് ചോദ്യം വന്നിട്ടില്ല, പക്ഷെ ഇനി വരാൻ പോകുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് പഠിപ്പിക്കുന്നത്. കാര്യം മറ്റ് സംസ്ഥാനങ്ങളിലെ PSC പരീക്ഷകളിൽ നിന്ന് ഇപ്പം നമ്മുടെ കേരള PSC ചോദ്യങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, മറ്റ് സംസ്ഥാനങ്ങളിലെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ ഒരു കൊട്ടേഷൻ ആരാണ് പറഞ്ഞതെന്ന്. വളരെ രസകരമായിട്ടുള്ള ഒരു കൊട്ടേഷൻ ആണ് അല്ലെ. റിസർവ് ദ യൂഷ്വൽ പ്രാക്ടീസ് ആൻഡ് യു വിൽ ഓൾമോസ്റ്റ് ഓൾവേസ് ഡു ദ റൈറ്റ്. എല്ലാവരും ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് കാര്യം ചെയ്യുക, അതായിരിക്കും ശരിയായിട്ടുള്ള കാര്യം. ഇപ്പൊ ഹെർഡ് മെന്റാലിറ്റി എന്ന് പറയാം അല്ലെ. എല്ലാവരും ഒരേപോലെ കാര്യങ്ങൾ ചെയ്യുന്നു, ഒരാൾ മാറി ചിന്തിക്കുമ്പോഴാണ് അവിടെ മാറ്റം, വിപ്ലവം ഉണ്ടാവുന്നത്. രാജാറാം മോഹൻ റോയ് ചെയ്തൊരു കാര്യം അതാ. അന്നത്തെ കാലത്ത് എല്ലാവരും സതി എന്ന ആചാരത്തെ സപ്പോർട്ട് ചെയ്തു, പക്ഷെ രാജാറാം മോഹൻ റോയ് എന്ത് ചെയ്തു, അതിനെ എതിർത്തു. ആൻഡ് ഹി വാസ് റൈറ്റ് ഡൂയിങ് സോ. ഇപ്പൊ കേരള PSC മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ പുതിയ പാറ്റേണിൽ പഠിപ്പിക്കുന്നു. അപ്പം തുടക്കത്തിൽ വെച്ച് എതിർപ്പൊക്കെ നേരിടുമെങ്കിലും പിന്നെ ആൾക്കാർക്ക് കാര്യം മനസ്സിലാവും. കാര്യം പണ്ടത്തെ പോലെ തത്തമേ പൂച്ച പഠിപ്പിക്കാൻ നടക്കത്തില്ല. സോ എല്ലാവരും ചെയ്യുന്നതിനെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക, യു വിൽ ബി ഡൂയിങ് റൈറ്റ് എന്നുള്ളതാണ് റൂസോ പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹം ഈ ഫോർമൽ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ ബേസ്ഡ് എഡ്യൂക്കേഷൻ എതിരായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണത്. ഇവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഓരോ കുട്ടിക്കും അവന് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്ത് പഠിക്കാൻ, കരിക്കുലം അവന് തന്നെ സൃഷ്ടിക്കാനുള്ള അവകാശം ഉണ്ടാവണം എന്നുള്ള ഒരു റെവല്യൂഷണറി കൊട്ടേഷൻ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ടീച്ചർ ഈ ഒരു പ്രോസസ്സിൽ ഒരു അധ്യാപകന്റെ റോൾ എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് എന്ന് അദ്ദേഹം പറയുന്നത്. ചുമ്മാ ഇൻഫർമേഷൻസ് പറഞ്ഞു പോവുകയല്ല, ആ ഒരു വ്യക്തിയുടെ വികസനത്തിനെ സഹായിക്കുന്ന എൻലൈറ്റ്മെന്റ്സ് കൊടുക്കുകയാണ് ഒരു അധ്യാപകന്റെ ചുമതല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ജസ്റ്റ് നിങ്ങൾ ഈ ഫാക്ടുകളൊക്കെ പഠിക്കുന്നത് ജോലി കിട്ടാൻ വേണ്ടി മാത്രമാവരുത്, നല്ലൊരു ബ്യൂറോക്രാറ്റ് ആവാൻ വേണ്ടിയാവണം. PSC പുതിയ പാറ്റേൺ ഇംപ്ലൈ ചെയ്യുന്നതാണ്. പണ്ടൊക്കെ ഒന്നും അറിഞ്ഞില്ലെങ്കിലും ചുമ്മാ ഒരു വർഷം കുത്തിരുന്ന് പഠിച്ച റാങ്ക് ഫയൽ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും. പക്ഷെ ഇന്ന് അങ്ങനല്ല. ചിന്തിക്കുന്ന, വിശകലനാത്മകമായിട്ടുള്ള ബുദ്ധിയുള്ള, വ്യക്തിത്വമുള്ള ആൾക്കാരെയാണ് PSC നോക്കുന്നത്. അപ്പോ ഇവിടെ നിങ്ങൾ കുറച്ചും കൂടെ എന്ത് ചെയ്യണം, ആഴത്തിലിറങ്ങി പഠിക്കണം. കുറച്ചും കൂടെ എന്താ പറയാ, എൻലൈറ്റഡ് ആയിട്ടുള്ള ബുക്സ് വായിക്കണം. വെറുതെ കാണാൻ റാങ്ക് ഫയൽ അന്നും ഇന്നും റിലവന്റ് ആണ്. പക്ഷേ റാങ്ക് ഫയൽ മാത്രം പഠിച്ചാൽ പോരാ, അതിനോടൊപ്പം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ, കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്, നമ്മൾ പറയുന്ന എലിമിനേഷൻ ടെക്നിക്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഡെവലപ്പ് ആവും. അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന PSC അല്ലെങ്കിൽ UPSC ജോലി എന്ന് പറയുന്നത് അല്ലെ. യെസ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. ഇവിടെ റൂസോ എന്ന് പറയുന്ന വ്യക്തിയുടെ മറ്റൊരു ഡയമെൻഷൻ കൂടെ പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ നോ വൺ ഈസ് പെർഫെക്റ്റ്, ആരും 100% പെർഫെക്റ്റ് ഒന്നുമില്ല. റൂസോ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഹി വാസ് എ മിസോജനിസ്റ്റ്, ഒരു സ്ത്രീ വിരുദ്ധനായിരുന്നു. മിസോജനി നമുക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ ചോദിക്കാം, എന്താണ് മിസോജനി, സ്ത്രീ വിരുദ്ധത. ഇദ്ദേഹം ഈ പറഞ്ഞതൊക്കെ പുരുഷന്മാരുടെ കേസിൽ മാത്രമാണ്. അദ്ദേഹത്തിന്റെ കൊട്ടേഷൻ ഓർമ്മയുണ്ടോ, മെൻ ആർ ബോൺ ഫ്രീ. മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലായിരിക്കത്തില്ല അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്, ആണുങ്ങൾ. അപ്പൊ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല. പെണ്ണുങ്ങൾ അത് അടുക്കളയിൽ ഇരിക്കുക, പ്രസവിക്കുക, കുട്ടികളെ കൂട്ടുക. മദർഹുഡ് ആണ് ഒരു സ്ത്രീക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സംഭവം, അത് കൂടുതലൊന്നും ഇല്ല എന്നൊക്കെയാണ് റൂസോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്തരത്തില് കുറെ പ്രാകൃതമായ ചിന്താഗതി ഉള്ള ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു റൂസോ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. കാര്യം നമ്മള് ഒരാൾ 360 ഡിഗ്രിയിൽ തന്നെ പഠിക്കണം. അദ്ദേഹം പറഞ്ഞ നല്ല കാര്യങ്ങളും പഠിക്കണം, മോശം കാര്യങ്ങളും പഠിക്കണം. നമുക്ക് എവിടുന്ന ചോദ്യം വരുന്നത് പറയാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, വിമൻ ഡസന്റ് റിക്വയർ ആൻ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രിപ്പറേഷൻ ഫോർ ലൈഫ്. സ്കൂളിൽ പെമ്പിള്ളേരെ സ്കൂളിൽ അയക്കേണ്ട, പെമ്പിള്ളേരെ കെട്ടിച്ചയച്ചാൽ മാത്രം മതി. മദർഹുഡ് ആണ് അവരുടെ സംഭവം. പിന്നെ അടുക്കളയിൽ കഴിയുക, അതൊക്കെയാണ് അദ്ദേഹം വിഭാവനം ചെയ്തിട്ടുള്ള സ്ത്രീകളുടെ റോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ പല വിപ്ലവ പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ പല രാഷ്ട്രത്തിനെ പോലും ബാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം റൂസോയുടെ റോള് അമേരിക്കൻ പൊളിറ്റിക്സിൽ വളരെ വലുതാണ്. ഇപ്പം ഹിലാരി ക്ലിന്റനും ട്രംപും മത്സരിച്ചപ്പോൾ, അല്ലെങ്കിൽ കമല ഹാരിസും ട്രംപും മത്സരിച്ചപ്പോൾ, ട്രംപ് ജയിച്ചതിന്റെ റീസൺസിൽ ഒന്നായിട്ട് പല പൊളിറ്റിക്കൽ തിങ്കേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് റൂസോയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ളത്. സി, ഹിലാരി ക്ലിന്റൺ ട്രംപിനേക്കാൾ എന്തുകൊണ്ട് ഭേദമാണ് ഹിലാരി ക്ലിന്റൺ ഒക്കെ. പക്ഷെ എന്തുകൊണ്ട് ആണ് അമേരിക്കൻ ജനത ട്രംപിനെ ചൂസ് ചെയ്തത്? ആ ഒരു സ്ത്രീ വിരുദ്ധത എല്ലായിടത്തും ഉണ്ട്. അതിന് പ്രധാനപ്പെട്ട റീസൺസ് റൂസോയുടെ സ്റ്റഡീസും അദ്ദേഹത്തിന്റെ റിസർച്ച് പേപ്പേഴ്സും. കാര്യം ഈ ലോകത്തിനെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം. പറഞ്ഞ 99% കാര്യങ്ങൾ മഹത്തരം തന്നെയാണ്, പക്ഷെ പിന്നെ പറഞ്ഞ 1% കാര്യത്തിനകത്താണ് ഈ പ്രശ്നം വരുന്നത്.
അതുകൊണ്ട് തന്നെ തള്ളേണ്ടതിനെ തള്ളുക, ഉൾക്കൊള്ളേണ്ടതിനെ മാത്രം ഉൾക്കൊള്ളുക. അപ്പൊ റൂസോയെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ നല്ല കാര്യങ്ങളെ മാത്രം ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അദ്ദേഹം പറഞ്ഞിട്ടുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഉപേക്ഷിക്കുക. ഓക്കെ, നമ്മൾ ഇത്തരത്തിൽ ആഴത്തിൽ അറിയാൻ പഠിക്കുമ്പോൾ നമ്മുടെ പരിപ്രേക്ഷ്യം, പെർസ്പെക്റ്റീവ്, നമ്മൾ കാര്യങ്ങൾ നോക്കിക്കാണുന്ന രീതി ഭയങ്കരമായിട്ട് മാറും. അപ്പൊ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അതും കമന്റ് സെക്ഷനിൽ പറയാം. അടുത്തത് ഏത് വ്യക്തിത്വം, ഏത് പേഴ്സണാലിറ്റി ആണ് ഡിസ്കസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് പറയാം. ഈ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ അഫോർഡബിൾ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കമന്റ് സെക്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള ക്ലാസ്സുകൾ, പുതിയ പാറ്റേണിലുള്ള PC പരീക്ഷയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ധാരാളം ഫ്രീ കണ്ടന്റും യൂട്യൂബിലും ടെലിഗ്രാമിലും കൂടെ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. സോ നിങ്ങൾക്കുള്ള ഒരു ഹോംവർക്ക് ഇതാണ്. റൂസോയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലാത്തൊരു പോയിന്റ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ട് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാട്ടോ. അപ്പൊ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, എല്ലാവരും കൊളാബറേറ്റ് ചെയ്ത് ഒരുമിച്ച് ആഴത്തിൽ തന്നെ പഠിക്കാം. ഞാൻ ചിലപ്പോൾ 1-2 പോയിന്റ്സ് മിസ് ഔട്ട് ആയിട്ടുണ്ടായിരിക്കാം. PYQs എല്ലാം കവർ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് അറിയാത്ത പോയിന്റുകൾ നിങ്ങൾ പല ആൾക്കാർക്കും അറിയാമായിരിക്കും. അത് കമന്റ് സെക്ഷനിൽ കൃത്യമായിട്ടും പറയുക. നമുക്ക് എല്ലാവർക്കും കൊളാബറേറ്റ് ചെയ്ത് തന്നെ പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.